ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത, ബംഗ്ലാദേശിലെ സൈനികരോട് അവരുടെ ആർമി ചീഫ് ഒരു യുദ്ധത്തിനായി തയ്യാറെടുത്തുകൊള്ളാൻ പറഞ്ഞിരിക്കുന്നു എന്നതാണ്. യുദ്ധത്തിനായി ഒരുങ്ങുക, സജ്ജീകരണങ്ങളും ഉടനെ തന്നെ തയ്യാറാക്കിക്കൊള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അവരുടെ ആർമി ചീഫ് കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും ഈ നിർദ്ദേശം അവർ ബംഗ്ലാദേശിലെ പട്ടാളക്കാർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. എങ്കിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യയാണോ അവരുടെ ലക്ഷ്യം എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയിലേക്ക് ഒരു അറ്റാക്ക് നടത്താൻ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനായി നിലവിൽ ബംഗ്ലാദേശ് മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലേക്ക് അവർ അറ്റാക്ക് നടത്താതിരിക്കാനുള്ള കാരണം പ്രധാനമായും ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴുള്ള അവരുടെ പട്ടിണി കുറച്ചെങ്കിലും മാറ്റാനുള്ള ഏക ഒരു സഹായ സ്രോതസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുമായി മുട്ടി നിൽക്കാനുള്ള കഴിവ് 100% പോലും ബംഗ്ലാദേശിനില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളാണ്. ബംഗ്ലാദേശിന്റെ പൊടി പോലും കാണില്ല എന്നുള്ളതാണ്. എന്തായാലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ബംഗ്ലാദേശിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അരക്കൻ സൈന്യമായിരിക്കും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം ബംഗ്ലാദേശിൽ സെയിന്റ് മാർട്ടിൻ ദ്വീപടക്കം അരക്കൻ സൈന്യം പിടിച്ചടക്കിയത് ബംഗ്ലാദേശി സൈനികർക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശി സൈനികർ അവിടെ വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടു. അരക്കൻ സൈന്യം ബംഗ്ലാദേശിൽ നിന്ന് റോഹിംഗ്യകളെ കൂട്ടത്തോടെ അവിടെയുള്ള പട്ടാളക്കാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനായി ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ വിഭജിക്കാനും അരക്കൻ സൈന്യം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ ചെയ്തതാണ്. കാരണം നാഫ് നദിയുടെ കുറുകെയുള്ള കോക്സ് ബസാർ അടക്കമുള്ള സ്ഥലങ്ങൾ അരക്കൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു. സെയിന്റ് മാർട്ടിൻ ദ്വീപ് പണ്ട് മുതലേ മ്യാൻമർ തങ്ങളുടേതാണെന്ന് വാദിക്കുന്ന ദ്വീപാണ്. പോരാത്തതിന് മ്യാൻമറിലും അരക്കൻ സൈന്യം അവരുടെ രാജ്യം രൂപീകരിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ രാജ്യത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ ബംഗ്ലാദേശിലെ ഭാഗങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് നിലവിൽ ബംഗ്ലാദേശിലെ സൈന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ ആർമി ചീഫ് ജനറൽ വഖാർ ഉസ് സമാൻ ഇപ്പോൾ വലിയ രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വഖാർ ഉൽ ഉസ്മാൻ ഇന്ത്യക്ക് നേരെ തിരിയില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നടപടികൾ ഉണ്ടായപ്പോൾ ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരു ശബ്ദമായി ഉയർന്നു വന്നത് ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ്. ബംഗ്ലാദേശിന്റെ കരസേനാ മേധാവിയുടെ ഇദ്ദേഹത്തിന്റെ ശബ്ദം സമത്വത്തിന്റെ മിതത്വത്തിന്റെ അപൂർവ ശബ്ദമായി ഉയർന്നിരുന്നു. നിലവിലെ രാഷ്ട്രീയ പ്രക്ഷോഭവും ഇടക്കാല ഗവൺമെന്റിന്റെ പാകിസ്ഥാനുമായുള്ള സമീപവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത ഇദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് നിരന്തരമായി ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ തകർക്കുന്ന രീതിയിൽ ഞങ്ങൾ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യില്ല എന്നാണ് ഇദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയല്ല ഇവരുടെ ടാർഗറ്റ് എന്നുള്ളത് 90% ഉറപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. എന്തായിരുന്നാലും അരക്കൻ സൈന്യവുമായ ഒരു യുദ്ധത്തിന് തന്നെയാണ് ബംഗ്ലാദേശ് ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിലൂടെ നമുക്ക് നിലവിൽ പറയാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.